ഹലോ, എൻ്റെ പേര് സൂഫിയ. ഇന്ന് എൻ്റെ മൂന്നാമത്തെ ഡ്രൈവിംഗ് ക്ലാസ് ആണ്. എനിക്ക് വീക്കെൻഡിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമ്മൾ കാറിൽ കയറിയാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ടും കറക്റ്റ് ആണോ നോക്കുക. നല്ല കറക്റ്റാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ സീറ്റ് ബെൽറ്റ് ആണ് ഇടേണ്ടത്. നമ്മൾ ഓൾ സെറ്റ് ആയിട്ടുണ്ട്, റെഡി ടു ഗോ. നെക്സ്റ്റ് നമ്മൾ ബ്രേക്കിൽ കാലുകെട്ടി ക്ലച്ച് പിടിച്ച് ന്യൂട്രാണോ നോക്കുക. അപ്പോൾ വണ്ടി ന്യൂട്രാണ്. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആശാൻ ബെൽറ്റ് ഇട്ടോ. സീന. ഇനി ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി ഫസ്റ്റ് ഗിയർ കുറച്ച് പയ്യെ ക്ലച്ച് ഊരി അത്രത്തിൽ നിർത്തുക. മുന്നോട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടെന്ന് നോക്കിയതിനു ശേഷം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. എന്തിനാ? പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറിന് മുന്നറിയിപ്പ് കൊടുക്കുന്നതാ നമ്മൾ എടുക്കാനായിട്ട് പോകണമെന്നുള്ള. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. അത് നേരെ മേപ്പോട്ട് പൊക്കിക്കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ക്ലച്ചിന്റെ ബാലൻസ് കാലുകൂടെ വിടുന്ന അനുസരിച്ച് ആക്സിലേറ്ററിൽ കാല് വെച്ച് പതുക്കെ പതുക്കെ വിട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? സൈഡ് മിറർ നോക്കിക്കണം വണ്ടി ഉണ്ടാകുന്നു. ഇല്ലാന്ന് ഉറപ്പ് വരുമ്പോൾ റോഡിലെ കറക്റ്റ് ആയിട്ട് കയറി വന്നു. കൈ ലോക്കിടാതെ ഒരേപോലെ തന്നെ തിരിക്കണം കേട്ടോ. ചെറുതായിട്ട് സ്പീഡ് കൂട്ടണം. ചെറുതായിട്ട് ചാടരുത് വണ്ടി. ചെറുതായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? സ്പീഡായി. അപ്പൊ വാഹനം തന്നെ പറയുന്നത് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആക്സിലേറ്ററിന് പൂർണ്ണമായിട്ടും കാല് മാറ്റി ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി ക്ലച്ച് ഫുള്ളായിട്ട് കൈ ഫ്രീ ആക്കി വന്ന് ബലം പിടിക്കരുത്. കണ്ട ന്യൂട്രൽ ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്ത് കൊടുക്കുക. പോട്ടെ. റിലീസ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യണം പറഞ്ഞു? ആക്സിലേറ്റർ കൊടുക്കണം. ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാല് വിട്ട് കൊടുക്കുക. അതിനുശേഷം സ്വല്പവും കൂടെ സ്പീഡ് കൊടുക്കുക. സ്പീഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? വീണ്ടും വാഹനം പറയുന്നത് തേർഡ് ഗിയർ ഇടാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആക്സിലേറ്ററിന് പൂർണ്ണമായിട്ടും കാല് മാറ്റി ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി ന്യൂട്രൽ തേർഡ് ക്ലച്ചിന്ന് പതുക്കെ കാലെടുക്കുന്ന അനുസരിച്ച് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മായിട്ട് തിരിക്കരുത്. പതുക്കെ കാലെടുക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യണം? ആക്സിലേറ്റർ കൊടുക്കണം. പതുക്കെ അത്രയും വേഗത വേണ്ടത്. ഇതിപ്പോ റൈറ്റിലോട്ട് ഒരുപാട് കയറി പോകുന്നില്ല. സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് പിടിക്കുക. ഒന്ന് ഹോൺ അടിക്കണം. ഇവിടെ ഒരു വളവ് കിടപ്പുണ്ട്. നമ്മൾ നേരെ തന്നെയാണ് പോകേണ്ടത്. അവിടെ നിന്ന് വരുന്ന വാഹനത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. നമ്മള് ഹോൺ അടിച്ചാ മോളെ. ഒരു ചേട്ടൻ വരുന്ന കാണാവാ. ചേട്ടൻ നമ്മളെ സൈഡ് കയറിയാ വരുന്നത്. മതി. ചേട്ടനെ ഇറിറ്റേറ്റ് ചെയ്യരുത് ഹോൺ അടിച്ച്. അപ്പൊ ഇത് എത്രാമത്തെ ഗിയറിലാണ് കിടക്കുന്നത്? തേർഡ് ഗിയറിലാണ് കിടക്കുന്നത് അല്ല. പോട്ടെ. ചെറുതായിട്ട് സ്പീഡ് കൊടുക്കുക. ഒരുപാട് സ്പീഡ് കൊടുക്കണ്ട. ചെറുതായിട്ട് പോട്ടെ. സ്പീഡ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫോർത്ത് ഗിയർ ഇടാം. സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് പിടിച്ചോണം. കയ്യിൽ നിക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ആക്സിലേറ്ററിന് കാലും മാറ്റി ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി നാലാമത്തെ ഗിയർ ന്യൂട്രൽ ഫോർത്ത് പോട്ടെ. ക്ലച്ച് ചെയ്ത് കാല് വിട്ടോട് മോനെ. പട്ടി കിടക്കുന്ന കാണാവാ. എന്ത് ചെയ്യണം? ഫോൺ അടിച്ച് നല്ല ഉറക്കമാര് ബ്രേക്കിൽ കാല് വെച്ചോട്. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ട്. തേർഡാക്ക്. ഇനി സെക്കൻഡ് ആക്ക്. ന്യൂട്രൽ സെക്കൻഡ്. ബ്രേക്കിൽ നിന്ന് കാലെട്. പതുക്കെ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലെടുത്തോണ്ട് ഓടാവുള്ളൂ. പെട്ടെന്ന് എടുത്താൽ എന്ത് സംഭവിക്കും? വണ്ടി ഇടിച്ചിടിച്ച് ഓഫായി പോകും. പോട്ടെ. സ്പീഡ് കൊടുത്തേ മോള്. ഒരേപോലെ. ഇത് എത്രാമത്തെ ഗിയറിലാണ് കിടക്കുന്നത്? ഫോർത്തിലാ. സെക്കൻഡ് ഗിയർ. ഇടുന്ന ഗിയർ ഒന്നും ഡൗൺ ചെയ്യുന്നതൊന്നും മറന്നു പോരുത് കേട്ടോ. ക്ലച്ച് ചവിട്ടി ആക്സിലേറ്ററിന് കാല് മാറ്റുമോള്. തേർഡാക്ക്. ഫ്രീ ആക്കി ബലം പിടിക്കരുത്. ന്യൂട്രൽ തേർഡ്. ക്ലച്ച് ചെയ്ത് കാല് വിട്ടോളൂ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത്. എന്ത് ചെയ്യണം? അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ലെഫ്റ്റ് സൈഡ് മിറർ നോക്കണം വണ്ടി ഉണ്ടാകുന്നു. ഇല്ലാന്ന് ഉറപ്പ് വരുമ്പോൾ ബ്രേക്കിൽ കാല് വെക്കണം. ബ്രേക്കിൽ കാല് വന്നിട്ട് എന്ത് ചെയ്യണം? ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടണം. ചവിട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഗിയറിലിട്ട് ന്യൂട്രൽ സെക്കൻഡ്. അതിനുശേഷം എന്തിനാ? ക്ലച്ചിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് വെട്ടം എടുത്തിട്ട് ഓടരുത്. അങ്ങനെ വെച്ചോ കാല്. എന്നിട്ട് ആവശ്യത്തിന് തിരിച്ചു കൊടുത്താൽ മോള്. ആവശ്യത്തിന് മാത്രം തിരിച്ചിരിച്ചോട്. തിരിച്ചിട്ടില്ല. മതി. വണ്ടിയുടെ ബോഡി ലെവലാകുന്നതനുസരിച്ച് എന്ത് ചെയ്യണം?
കുറേശ്ശെ നേരാക്കി നേരാക്കി കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ആക്സിലേറ്ററിൽ കാല് വരണം. മനസ്സിലായ? ഇവിടെ ഒരു ചെറിയ ഹമ്പ് ഉണ്ട്, വണ്ടി ചാടും. അപ്പൊ എന്ത് ചെയ്യണം? ബ്രേക്കിൽ കാല് വന്ന് ആ വേഗത ഇച്ചിരി കൂടെ കുറച്ച് കൊടുത്ത് റൈറ്റ് സൈഡ് സ്വല്പം കയറ്റി കൊടുക്കുക. ആ ബ്രേക്കിൽ നിന്ന് കാലിട് ഇച്ചിരി കൂടെ ചവിട്ടി കൊടുക്കണം. അതിന് ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കണമായിരുന്നു കേട്ടോ. ബ്രേക്കും ക്ലച്ചും ചവിട്ടി കൊടുത്താൽ മാത്രമേ ഇച്ചിരി കൂടെ വേഗത കുറയത്തുള്ളായിരുന്നു. ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ വണ്ടി ഇടിച്ചിടിച്ച് ഓഫായി പോകും. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആണ് തിരിയേണ്ട. നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ്ട് അവിടെ നമുക്ക് നിർത്തി കയറാം. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിക്കാൻ മോള്, ബ്രേക്ക് ചവിട്ടി നിർത്തിക്കുക. ആ ഇനി ഏത് ഗിയറിൽ വരണം? വണ്ടിയുടെ വീലിൽ ഉരുൾ ചെയ്യുന്നപ്പോ ഫസ്റ്റ് ഗിയർ ഇട്ട് ബലം പിടിക്കരുത് കേട്ടാ. ഇനി എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ എന്ത് സംഭവിക്കും? പുറകോട്ട് വണ്ടി ഇറങ്ങിപ്പോകും, ചെറിയൊരു കയറ്റം ഉള്ളത് കൊണ്ട്. നമ്മൾ എവിടെ നിന്ന് കാലെടുക്കണം? ആദ്യം ക്ലച്ചിൽ നിന്ന് പകുതി കാലെടുത്ത് പിടുത്തം വരുക. ക്ലച്ചിൽ ഒരു പിടുത്തം വരും. വന്നാ ഇനി ഒന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കിക്കേ. ആ ഇനി പതുക്കെ ക്ലച്ചിൽ നിന്ന് കാല് വിട്ടുവിട്ടോട്. പതുക്കെ പതുക്കെ. പെട്ടെന്ന് എടുത്തപ്പോ എന്ത് സംഭവിച്ചു? ഓഫായി പോയി. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുമോള്, ഫുള്ളായിട്ട് ചവിട്ട്. സ്റ്റാർട്ട് ചെയ്തേ. ധൃതി വേണ്ട, പതുക്കെ മതിയടാ. ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് വിട്ടുവിടുമോള്, പതുക്കെ കാല് റിലീസ് ചെയ്തോട്. എന്നിട്ട് റൈറ്റ് സൈഡ് നോക്കുക, ലെഫ്റ്റ് സൈഡ് നോക്കി പതുക്കെ തിരിച്ചു കൊടുക്കുക. അവിടെ നോക്കണം, ഹോൺ അടിക്ക്. തിരിക്ക്, കൈയെടുത്ത് തിരിക്കണം. തിരി. ആ മതി. അതേപോലെ എന്ത് ചെയ്യണം? നേരെയാക്കി കൊടുക്കണം. നേരെയാക്കി മോള്. തിരി. എങ്ങോട്ടാ വണ്ടി പോകുന്നത്? എങ്ങോട്ടാ? ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങോട്ടാ നേരെയാക്കേണ്ടത്? റൈറ്റിലോട്ട് തിരിക്കണം. റൈറ്റിലോട്ട് തിരിക്ക്. മതി. ഇനി മിറർ നോക്കിക്കേ. റൈറ്റ് സൈഡ് മിറർ നോക്കണം. ഇനി നേരെയാക്കാം. സ്റ്റിയറിംഗ് തിരിച്ചത്ര മതി. മനസ്സിലായ? ആ വണ്ടി ലെഫ്റ്റിലോട്ട് പോയാൽ റൈറ്റിലോട്ടാണ് പിടിക്കേണ്ടത് സ്റ്റിയറിംഗ് കേട്ടാ. സ്റ്റിയറിംഗ് രണ്ട് കണ്ട് നന്നായിട്ട് പിടിച്ചേ. ക്ലച്ചിന്റെ പൂർണ്ണമായിട്ടും കാലും മാറ്റിക്കേ. എന്നിട്ട് ആക്സിലേറ്റർ കൊടുത്തേ മോളെ. ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ സ്പീഡ് കൊടുത്തേ. ഇനി എന്ത് ചെയ്യണം? ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ചവിട്ട്. എന്ത് ചെയ്യണം? കൈ ഫ്രീ ആക്കി സെക്കൻഡ് ഗിയർ 100 സെക്കൻഡ്. മറന്നുപോയാ? മറക്കരുത് കേട്ടാ. ആ സെക്കൻഡ് തന്നെയാണ്. താമസിച്ചു പോയി ഗിയർ ഇടാനായിട്ട്. ഇനി എന്തിനാ? ആക്സിലേറ്റർ കൊടുക്കുക. പോട്ടെ, പതുക്കെ. ക്ലച്ചിന് പൂർണ്ണമായിട്ടും കാല് മാറ്റണം കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ചവിട്ടി കൈ ഫ്രീ ആക്കി തേർഡ് ഗിയർ 100 തേർഡ്. ആ ക്ലച്ചിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് കൊടുക്കുക. ചുമ്മാ ഇട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കരുത്. പോട്ടെ, ആക്സിലേറ്റർ കൊടുത്ത് ചെറുതായിട്ട് ഒരുപാട് പ്രസ് ചെയ്യരുത്. പതുക്കെ ദൂരെ നോക്കണം കേട്ടോ. റോഡിന്റെ കുഴിയും കാര്യങ്ങളും എല്ലാം നോക്കി അതനുസരിച്ച് വീൽ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇതിപ്പോ എത്രാമത്തെ ഗിയറിലാണ് കിടക്കുന്നത്? പതുക്കെ സെക്കൻഡ് ആണോ? ആ ഇടുന്ന ഗിയർ മറന്നു പോകരുത്. നീ തന്നെയല്ലേ ഗിയർ ഇടുന്നത്. ആ കൂട്ടെ, ഒരേപോലെ സ്പീഡ് കൊടുത്തേ മോള്. ഇനി എന്ത് ചെയ്യണം? ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയർ 100 ഫോർത്ത്. വണ്ടി എങ്ങോട്ടാ പോകുന്നത്? വേണ്ട, റൈറ്റിലോട്ട് പോകുന്നു. ക്ലച്ചിന്ന് കാല് വിട്ടോളൂ മോള്. ഓൺ അടിച്ചേടാ. പോട്ടെ, സ്പീഡ് കൊടുത്തേ. പോട്ടെ, പേടിച്ചാ? എന്തിനി? നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ട. അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ബ്രേക്കിൽ കാല് വന്ന് വണ്ടിയുടെ വേഗത കുറയ്ക്കണം. വേഗത കുറയ്ക്കുമ്പോ ഏത് വേഗതയിലോട്ടോ വന്നാൽ ആ വേഗതയുടെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം കേട്ടാ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ ബ്രേക്കിൽ കാല് വന്നാ ക്ലച്ച്. എന്താ നീ പേടിക്കണ്ട? ക്ലച്ച് പുള്ളിയോട്ട് സെക്കൻഡ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ഓൺ അടിച്ച മോള്. തിരിച്ചോ, ബ്രേക്കിൽ നിന്ന് കാലട്. തിരിക്ക്, ചുമ്മായിട്ട് തിരിക്കരുത്, ആവശ്യത്തിന് മാത്രം. ക്ലച്ച് ചെയ്ത് പതുക്കെ. ഒരു കാര്യം നമ്മൾ മറന്നു. എന്തായിരിക്കും? വരുന്ന വണ്ടിക്ക് മുന്നറിയിപ്പ് എങ്ങനെയാ കൊടുക്കുന്ന? ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് എങ്ങനെ അറിയിച്ചു കൊടുക്കും? ഹോൺ അടിക്കണമായിരുന്നു കേട്ടാ. അതേപോലെ നമ്മള് ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിയില്ലായിരുന്നു തിരിച്ചപ്പോ. ഇതെല്ലാം ഡ്രൈവർ സീറ്റിൽ ഇരുന്ന നീ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ചിലപ്പോ മറന്നു പോകും പറയാനായിട്ട്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചേ. ഹോൺ അടിച്ചേ, ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിക്കേ, ക്ലച്ചിന്റെ പെടലിൽ പകുതി ചവിട്ടി കൊടുത്തേ. ആ മതി, ആവശ്യത്തിന് തിരിച്ചു കൊടുത്തേ.
ആ ഇനി എന്ത് ചെയ്യണം? കുറേശ്ശെ നേരാക്കി പോകുക. അതിനുശേഷം എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് സ്വല്പം കയറ്റിക്കുക. റൈറ്റിലോട്ട് സൈഡ് മിറർ നോക്കണം കേട്ടോ. എന്തിനാ റൈറ്റിലോട്ട് കയറ്റിയെന്ന് മനസ്സിലായോ? അവിടെ നിൽക്കുന്നോണ്ട്. ചുമ്മായിട്ട് തിരിക്കല്ല, റൈറ്റിലോട്ട്. വണ്ടി പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒന്ന് നിർത്തിക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ബ്രേക്ക് കാലുവോ, ക്ലച്ച് ഫുള്ളി ഔട്ട്, സ്വല്പം വലത്തോട്ട് ആക്കി കൊടു. മതി. ബ്രേക്ക് ഔട്ട് നിർത്തിക്കുക. ഇനി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളൂ. ഞാൻ പുറകിലോട്ട് ഇരുന്നോട്ടെ. വെറുതെ പറഞ്ഞ. ഇനി എന്ത് ചെയ്യണം? വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച പൂർണ്ണമായിട്ട് നിന്ന്. ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്യാന്? വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച ചെയ്യുന്നു. ഇനിയിപ്പോ നമുക്ക് മുന്നോട്ട് എടുക്കണം. ഏത് ഗിയറിലോട്ട് വരണം? ഫസ്റ്റ് ഗിയർ ഇട്. ബലം പിടിക്കരുത്. ജസ്റ്റ് മേപ്പോട്ട് പോക്കുക. അങ്ങനെ വലിച്ചു പറിച്ചാണ് ഗിയർ ഇടിച്ചത്? അല്ല. ബ്രേക്കിന് കാലെടുത്ത മോനെ. ക്ലച്ചിൽ പതുക്കെ കാലോട്ട് കൊടുത്ത. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ്. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേ. പതുക്കെ സ്പീഡ് കൊടുത്ത്. ആക്സിലേറ്റർ ചെയ്ത് കാല് മാറ്റി ക്ലച്ച് ചവിട്ടിക്കുക. ചവിട്ട്. സെക്കൻഡ് ആക്കിക്കുക. ന്യൂട്രൽ. സെക്കൻഡ്. മതി. ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാല് വിട്ടു പോട്ടെ. സ്പീഡ് കൊടു. ഒരുപാട് പ്രസ് ചെയ്യരുത്. പതുക്കെ. ഇപ്പൊ നമ്മള് തിരക്കില്ലാത്ത റോഡില്ല നമ്മൾ ഇത്ര നേരം ഓടിച്ചോണ്ടിരുന്ന. നമുക്ക് ഇച്ചിരി തിരക്കുള്ള റോഡിലോട്ട് പോവാം. പേടിയുണ്ടോ? ക്ലച്ച് ചവിട്ട്. ആക്സിലേറ്റർ കാല് മാറ്റി. തേർഡാക്ക്. വണ്ടി എങ്ങോട്ടാ പോകുന്നത്? വലത്തോട്ട്. ടച്ച് ചെയ്ത് കാലിട്ട് മോനെ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് തിരിയാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് മേപ്പോട്ട് ഇട്ടാ. എവിടെ കാല് വരണം? ബ്രേക്കിൽ കാല് വരുക. ക്ലച്ച് അമർത്തി ഓടിക്കുക. സെക്കൻഡ് ആക്ക്. ന്യൂട്രൽ. സെക്കൻഡ്. ഹോൺ അടിച്ച. തിരിമോള്. തിരിക്കട. മതി. നേരാക്കിക്ക മോനെ. ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് വിട്ട് കൊടുത്തേ. പതുക്കെ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത്. എന്ത് ചെയ്യണം? അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. എവിടെ കാല് വരണം? എന്നിട്ട് എവിടെ നോക്കണം? ഏത് മിറർ? ഓൺ അടിക്കണം. ഇപ്പൊ നമ്മൾ ഇച്ചിരി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഈ വന്ന ഗിയറിൽ തന്നെ എടുക്കാനായിട്ട് പോകും. അപ്പൊ ക്ലച്ചിന്റെ പെടലിൽ ഇച്ചിരി ചവിട്ടി കൊടുത്താ. ഇച്ചിരി കൂടെ ഓൺ അടി. റൈറ്റ് നോക്കാം. എന്നിട്ട് തിരിക്ക്. റൈറ്റ് നോക്കിയായിരുന്നു. മതി. കുറച്ച് നേരെയാക്ക്. മതി. ഇപ്പൊ മനസ്സിലായ? ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാല് റിലീസ് ചെയ്ത് കൊടു. ആക്സിലേറ്റർ കൊടുത്തേ മോളെ. സ്പീഡ് കൊടുത്തേ. ഇനി എന്ത് ചെയ്യണം? ആക്സിലേറ്ററിന്റെ കാല് മാറ്റി ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി. ന്യൂട്രൽ. തേർഡ്. ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്ത് കൊടുക്കുക. സ്പീഡ് കൊടുത്തേ. ആക്സിലേറ്റർ പൂർണ്ണമായിട്ടും കാല് മാറ്റി ക്ലച്ച് ചവിട്ടി. ഫോർത്ത് ഗിയർ ഇട്ട്. ന്യൂട്രൽ. ഫോർത്ത്. ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് വിട്ടോട്. പതുക്കെ പോട്ടെ. സ്പീഡ് കൊടുത്തേ. പതുക്കെ. സ്പീഡ് കൊടുത്തേ. ഒരു മാറ്റമില്ല ഡ്രൈവ് ചെയ്തിട്ട്. ഫസ്റ്റ് ദിവസത്തിനെക്കാട്ടി മാറ്റമില്ല. ആത്മാർത്ഥത ഇല്ലല്ലോ പറയുന്നത്. ഫസ്റ്റ് ദിവസം വന്നപ്പോ ഞാൻ തന്നെയല്ലേ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തത്. സൈഡെല്ലാം നോക്കിക്കോണം കേട്ടോ. ഇത് എത്രാമത്തെ ഗിയറിലായിരിക്കും കിടക്കുന്നത്? ഫോർത്ത് ഗിയറിലാണ് കിടക്കുന്നത്. നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത്. എന്ത് ചെയ്യണം? അപ്പൊ എങ്ങോട്ടുള്ളത്? ലെഫ്റ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടണം. എവിടെ കാല് വരണം? എന്നിട്ട് ബ്രേക്കിൽ കാല് വരണം. വണ്ടിയുടെ വേഗത കുറച്ച് കൊടുക്കണം. ചെറുതായിട്ട് കുറച്ച് കൊടുത്തേ. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലച്ച് ഫുള്ളായിട്ട് ഓട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് ഗിയർ. ബലം പിടിക്കരുത്. ന്യൂട്രൽ. സെക്കൻഡ്. ഇനി ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് കൊടുക്കണം. എന്നിട്ട് എവിടെ നോക്കണം? റൈറ്റ് നോക്കണം. ലെഫ്റ്റ് സൈഡ് മിറർ നോക്കണം. ഹോൺ അടിച്ച് നമ്മൾ വരുന്ന അറിയിച്ചോട്. ഒന്നുകൂടെ ഹോൺ അടിച്ചാൽ മോള്. ഒന്നുകൂടെ. എന്നിട്ട് പതുക്കെ ക്ലച്ച് ചെയ്ത് കാല് വിട്ട് തിരിച്ചോട്. തിരിപ്പന്നെ. തിരിക്ക്. മതി. നേരെയാക്കിക്കാൻ മോളെ. നേരെയാക്ക്. മതി.
പോട്ടെ, മനസ്സിലായ? ഉം. പതുക്കെ പതുക്കെ സൈഡ് നോക്കി കേട്ടോ. ഉം. നമുക്ക് ഇനി ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് തിരിയേണ്ടത്. എന്ത് ചെയ്യണം അപ്പൊ? റൈറ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററിന്റെ വണ്ടിയുടെ വേഗത നിന്റെ കാലിൽ കൊണ്ടുപോവാ. കാലിൽ കൊണ്ടുവരാൻ പറയുമ്പോ എവിടെയാ കാല് വരേണ്ടത്? ബ്രേക്കിൽ. ബ്രേക്കിൽ കാല് വരുക. എന്നിട്ട് ഹോൺ അടിക്കണം. ക്ലച്ചിന്റെ പെഡല് ചെറുതായിട്ട് ചവിട്ടി കൊടുക്കണം, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും. ചെറുതായിട്ട് ഹോൺ അടിച്ച ബ്രേക്ക് ചവിട്ടി നിർത്തല്ല മോളെ. ഹോൺ അടി. ഇച്ചിരി കൂടെ കേറിയിട്ട് റൈറ്റിലോട്ട് തിരിക്കാവുള്ളൂ. ഇച്ചിരി കൂടെ കേറിയിട്ട് റൈറ്റിലോട്ട് തിരിക്കാവുള്ളൂ. ആവശ്യത്തിന് റൈറ്റിലോട്ട് തിരിച്ചു മതി. ആവശ്യത്തിന് മാത്രം. വണ്ടി നോക്ക് എങ്ങോട്ടാ പോണേന്ന്. അതിനുശേഷം എന്ത് ചെയ്യണം? കുറേച്ച മതി 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 മതി. നേരെ ആക്കിക്കാൻ മോളെ. ഇവിടെ ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാലെടുക്ക്. ഒരേപോലെ, ഒരുപാട് പ്രസ് ചെയ്യരുത്, പതുക്കെ ഒരേപോലെ. ഇനി എന്ത് ചെയ്യണം? ആക്സിലേറ്ററിൽ കാല് മാറ്റി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ആക്കുക. ന്യൂട്രൽ, തേർഡ്. ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്ത് രണ്ട് കൈ വിട്ട്. ജെയിംസ് ബോണ്ട് ഒന്നും അല്ല നീ രണ്ട് കൈ വിട്ട് ഓടിക്കാനായിട്ട്. ക്ലച്ച് കാലിട്ട് ഇങ്ങോട്ട് ഓണടി. തഗ്ഗായിട്ട് ഇട്ടിട്ട് പൊട്ടസിനോട് പതുക്കെ പതുക്കെ. കാലിന് സുഖമില്ലാത്ത ചേച്ചിയാണ് കേട്ടാ. അപ്പോൾ പതുക്കെ പതുക്കെ. അതെനിക്കറിയത്തില്ല. അത് ചേച്ചി തിളങ്ങത്തില്ല. സാധാ മുടി ഇത്ര നിളക്കില്ല. പ്ലാസ്റ്റിക് മുടിയാ. കൊടുത്തേ. പതുക്കെ പതുക്കെ ഓണടിച്ചേ. നോക്കിക്കാറോ? നോക്കി നോക്കി ബ്രേക്കിൽ കാലുവാ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇച്ചിരി വേഗത കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലച്ച് ഔട്ട് ബ്രേക്കിന്ന് കാലിട്ട് സെക്കൻഡ് ആക്കി നോക്കി. സെക്കൻഡ് ക്ലച്ച് കാലിട്ടോട് പതുക്കെ 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 കേട്ട് ചെയ്ത. ഇനി ഏത് ഗിയർ ഇടണം? സെക്കൻഡ്. മോള് സ്പീഡ് കൊടുത്ത പോയില്ലേ? ക്ലച്ച് ഔട്ടിക്ക, വലതായാലും മാറ്റ്, തേർഡ് ആക്കിക്ക, ന്യൂട്രൽ, തേർഡ്. ക്ലച്ച് കാലെടുത്ത പോട്ടെ പോട്ടെ പോട്ടെ. സ്പീഡ് കൊടുത്ത പതുക്കെ പതുക്കെ സ്പീഡ് കുറച്ച് നോക്ക്. ബ്രേക്കിൽ കാല് വരേണ്ട സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യണം? വന്നേ പറ്റത്തുള്ളൂ. പതുക്കെ മതി. പോട്ടെ നോക്ക് നോക്ക്. തിരക്കില്ലാത്ത റോഡിൽ സ്റ്റിയറിംഗ് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്തായിരുന്നു അല്ല? തിരക്കുള്ളപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പോകുന്നുണ്ട്. പോട്ടെ പതുക്കെ പതുക്കെ ഹോണടി. പതുക്കെ പതുക്കെ. ഒരു ചെറിയ റോഡ് മോശമാണ് ആ ബ്രിഡ്ജിന്റെ അടിയിലായിട്ട്. അപ്പൊ എന്ത് ചെയ്യണം? ബ്രേക്കിൽ കാല് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് ആക്കണം. ന്യൂട്രൽ, ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ്. പതുക്കെ ബ്രേക്ക് ഔട്ട് ചെറുതായിട്ട് കൊടുത്ത. ഇച്ചിരി കൂടെ വേഗത കുറയട്ടെ. മതി. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത മോള് പോട്ടെ. ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് കൊടുത്ത. പതുക്കെ പതുക്കെ കാലിട്ടോട് കാലിട്ടോട് കാലിട്ടോട്. പതുക്കെ പതുക്കെ ഹോൺ അടിച്ച മക്കള്. രണ്ട് സൈഡിൽ നിന്ന് ചിലപ്പോ വാഹനം കയറി വരും. അതെങ്ങനെ ഹോൺ അടിക്കാൻ പറഞ്ഞ പോട്ടെ. കൊടുത്തേ കൊടു. പതുക്കെ പതുക്കെ. രണ്ട് സൈഡിലും ഉണ്ട് ഇല്ല? പതുക്കെ സ്പീഡ് കുറച്ച് പതുക്കെ പതുക്കെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ മോള്. എവിടെ കാല് വരണം? ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്കില്. ബ്രേക്കിന് കാലട് ഇച്ചിരി കൂടെ കയറട്ടെ. ബ്രേക്കിന് കാലെടുക്കാൻ. റൈറ്റിലോട്ട് തിരി. റൈറ്റ്, അത് ലെഫ്റ്റ് ആണ്. മതി. ബ്രേക്ക് ഔട്ട് ചേർത്ത് ന്യൂട്രലാക്ക്. ഇതെന്റെ തേർഡ് ക്ലാസ് ആയിരുന്നു. ഏറെക്കുറെ എനിക്കെല്ലാം മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഗിയർ ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഇപ്പൊ കുഴപ്പമില്ല. നാലാമത്തെ ക്ലാസ് ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.